ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ റാൻഡം ക്ലിക്സ്. സോ ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മുടെ കാർ വാഷിന്റെ എന്റെ സ്വന്തം എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പൊ ഞാൻ അന്ന് എനിക്ക് ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാട്ടോ ഡ്രസ്സൊക്കെ നമ്മുടെ ചേഞ്ച് ആയിരിക്കുന്നത്. അപ്പോൾ അന്നത്തേന് ശേഷം ഞങ്ങൾ അന്ന് തന്നെ എന്റെ കാർ വാഷ് വീഡിയോ ഞാൻ ഓൾറെഡി ഇടണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ അന്നത്തെ ആ ഒരു ഡിലേ കാരണം കൂടുതൽ ലാഗ് ആവണ്ടല്ലോ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നിട്ടില്ല അതിന്റെ വീഡിയോടൊപ്പം. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ സ്വന്തം കാറ് കഴുകിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും, അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന്. അപ്പൊ നമുക്ക് കാർ വാഷ് ചെയ്യുന്നത് അതിലേക്ക് കിടക്കാം. ഓക്കെ, കാരണം അവർ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കുറച്ച് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ്. സാധാരണ വാട്ടർ വാഷ് ചെയ്യുന്ന പോലെ അല്ല. സാധാരണ വാട്ടർ വാഷ് സർവീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സാധാരണ സോപ്പ് ഓയിലും അതൊക്കെ ഇട്ടിട്ടാണ് സാധാരണ വാഷ് ചെയ്യുക. അതിൽ കുറച്ച് ഇമ്പോർട്ടഡ് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി കാറിലുണ്ടാവും, ചെയ്താവില്ല. അങ്ങനത്തെ പല ഗുണങ്ങളും ഉണ്ടാവും. പക്ഷെ പൈസ അതിനനുസരിച്ചിട്ട് ഉണ്ടെങ്കിൽ കൂടി ആ ക്വാളിറ്റിയും എന്തായാലും വാഹനത്തിന് കിട്ടുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ഫസ്റ്റ് ലുക്കിൽ കണ്ടപ്പോ നമുക്ക് അങ്ങനെ ഓക്കെ, താങ്ക് യു. അപ്പൊ ആളുടെ റിവ്യൂ ഒക്കെ ഞാൻ കേട്ടു. അതിനുശേഷം തന്നെ ഞാൻ തീരുമാനിച്ചു എന്റെ കാറും കൂടി ഇവനെ കൊണ്ട് വാഷ് ചെയ്യിക്കണമെന്ന്. ഇതാണ് എന്റെ കാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. മൊത്തം ചളിയാണ്. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടി ചളി കുറവുള്ളതായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല, നല്ല ചളി ഉണ്ട് ഇതില്. ഇതേ ടയറിന്റെ ബാക്കിലൊക്കെ ഉണ്ടല്ലേ, ചളിയൊക്കെ തിരിച്ച് ഭയങ്കരമായിട്ട് പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. ഫോം വാഷ് മാത്രമാണ്. ആ ഫോം വാഷ് ചെയ്താൽ തന്നെ നമുക്ക് പോളിഷിന്റെ ഒരു ലുക്ക് കിട്ടും എന്നാണ് ജയകുമാർ പറയുന്നത്. നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് വാഷിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ക്ലീനിങ്ങിന്റെ ഫസ്റ്റ് പ്രോസസ്സ് തന്നെ വാക്വം ക്ലീനിങ് ആണ്. അപ്പോൾ അവര് വാക്വം ക്ലീൻ ചെയ്ത് തുടങ്ങി. സീറ്റിലത്തെ ഇടയിലുള്ള പൊടികൾ കാര്യങ്ങളൊക്കെ അവര് വാക്വം ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇതിന്റെ ഇടയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ വാക്വം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് തന്നെ വരും. വാക്വം ക്ലീനിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഔട്ടർ പോർഷനിലേക്ക് കിടക്കാം. ഇതിന്റെ അടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചളിയാണ്. കണ്ടില്ലേ, ടയറിന്റെ അടിയിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല ചളി ഉണ്ടാവും. അപ്പൊ അത് കാറിന് ഈ പ്രത്യേകതരം ലിക്വിഡാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇത് അടിക്കുമ്പോൾ തന്നെ ചളിയൊക്കെ പറ്റി പിടിച്ച ചളിയടക്കം ഭയങ്കരമായിട്ട് ക്ലീൻ ആവും. അപ്പൊ ടയറിൽ നമ്മുടെ ഈ ഫോമൊക്കെ മാക്സിമം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് സ്റ്റീമിങ്ങിലേക്ക് പോവാം. സ്റ്റീമിങ്ങിൽ എന്ന് പറയുമ്പോൾ നമുക്കിത് ചെയ്യുന്നത് കൊണ്ടൊരു ഉപകാരം, വൈറസ്, ഫംഗസ്, ബാക്ടീരിയ ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യും. അങ്ങനെ സ്റ്റീമിങ്ങും കഴിഞ്ഞ് ഔട്ടർ പോർഷനിലേക്ക് എത്തി. അപ്പൊ നേരത്തെ അടിച്ചു കൊടുത്ത് നമ്മുടെ ഫോമൊക്കെ ഇതിൽ ഫോഴ്സിൽ ഇങ്ങനെ വെള്ളം കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ചളിയൊക്കെ അങ്ങോട്ട് പൊക്കോളും. ഇനി ഫസ്റ്റ് ചെയ്യേണ്ട, ഔട്ടർ ലെയറിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സിൽ വാട്ടർ ഗൺ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ പൊടിയൊക്കെ കളയാം. അതിന് ശേഷമാണ് ഇങ്ങനെ ഫോം അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഫോം എല്ലായിടത്തും അപ്ലൈ ചെയ്യും. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ പോർഷനിലും എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫോമൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായി റബ്ബ് ചെയ്ത് കഴിഞ്ഞ് ഒന്നുകൂടി വാട്ടർ ഗൺ യൂസ് ചെയ്തിട്ട് നന്നായി അടിച്ചു കൊടുക്കുക. അപ്പൊ ഈ ഫോമും അതിന്റെ ഒപ്പം തന്നെ അഴുക്കും പോയി കിട്ടും. ഫ്രണ്ട്സ്, അപ്പൊ എന്റെ കാർ വാഷും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ എല്ലാം കഴിഞ്ഞ് ഏകദേശം 1.5 hours എടുത്തു കേട്ടോ ഇങ്ങനെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന്റെ എന്താ വെച്ചാൽ സ്റ്റീം വാഷിങ് എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മുഖം ശ്രദ്ധിക്കേണ്ട ആരും. ഭയങ്കര ക്ഷീണമുണ്ട്. രാവിലെ മുതൽക്ക് ഇതാ ഇവരൊപ്പം ഇനോഗ്രേഷന്റെ ഇതിന് വേണ്ടി ഫ്രണ്ട് അല്ലേ, അപ്പൊ രാവിലെ മുതൽക്ക് ഇവരൊപ്പം തന്നെയാണ്. അപ്പൊ എന്റെ കാറ് വാഷ് ചെയ്യുമ്പോഴേക്കും ടൈം 4:15 ഇപ്പോ ഏകദേശം 5:45 ആയിട്ടുണ്ട്. സോ കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ നേരിട്ട് കണ്ട് ഇതാ പളിച്ചുണ്ട്. നല്ല തിളക്കമാണ്, നല്ല സൂപ്പറായിട്ട്. നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം എന്തായാലും എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും. നന്നായിട്ട് നല്ല ക്ലീൻ ആയിട്ട് ഞാൻ നല്ല ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. ജയകുമാറെ, നിങ്ങൾ കണ്ടു കാണും കാറ് നേരത്തെ എങ്ങനെയുണ്ടായിരുന്നു, ഇപ്പോ ഈ ഫോട്ടോയിൽ എങ്ങനെ ഉണ്ടായിരുന്നു. ഇത് ഔട്ടർ ആണ്. ഇതിന്റെ ഇന്റീരിയർ നമ്മളെ മാക്സിമം രാജേഷിന് നമ്മുടെ സുഹൃത്താണ്, നമ്മളൊപ്പം പഠിച്ചാണ്, ഷാർജയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. സോ അതായത് നമ്മളെ എത്രയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 1.5 hours എടുത്തത്. അതിന്റെ ഒരു വ്യത്യാസത്തിൽ കാണുന്നുണ്ട്. അത് രാജേഷ് തന്നെ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കാറുകൾ നമ്മളെ ഏൽപ്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആ രീതിയിൽ കെയർ ചെയ്ത് അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ തരുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. രാജ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ രാജ് ഒന്നും
ഇല്ലാത്ത സമയം ഉണ്ടാക്കി വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് രാജേഷ്. നന്ദി പറഞ്ഞാൽ ഒപ്പം ഉള്ള വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഇത് കൊണ്ടു നടക്കുന്നത്. അപ്പൊ ഗൈസ്, പാലക്കാട് 15 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയാണെങ്കിലും ഇവര് വീട്ടിൽ ഡോർ സ്റ്റെപ്പിൽ വന്നിട്ട് നമുക്ക് കാർ വാഷ് ചെയ്ത് തരും. പിന്നെ ഞാൻ എന്റെ കാർ ഞാൻ വാഷ് ചെയ്തപ്പോൾ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. 100% സാറ്റിസ്ഫാക്ഷൻ ഫ്രം മൈ സൈഡ്. അപ്പോ ഇതില് ചെയ്തിരിക്കുന്നത് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞുതരാം. ഒരു അനുഭവം വെച്ച് ഞാൻ എന്റെ കാർ വാഷിംഗ് എനിക്ക് വളരെ 100% സാറ്റിസ്ഫാക്ഷൻ ആണ്. പിന്നെ നമ്മുടെ സുഹൃത്തായ ജയകുമാർ എനിക്ക് ഇന്നലെ തന്നെ എന്റെ വിളിച്ചു പറഞ്ഞാണ്, എടാ ഇന്നിങ്ങനെ ഉദ്ഘാടനമാണ്, അപ്പൊ നീ ജസ്റ്റ് ഒന്ന് വരണം, ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ. അപ്പോഴും കൂടി അവനറിയില്ലായിരുന്നു യൂട്യൂബ് ചാനൽ എനിക്ക് ഉണ്ടെന്നും. ഞാൻ ആർക്കും അങ്ങനെ അധികം ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം യൂട്യൂബ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് നീ ഇപ്പൊ ഇതിന്റെ ചാനലൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കുന്നു. അപ്പോ ഇപ്പൊ എന്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. രാവിലെ തന്നെയാണ് അത് ഫസ്റ്റ് ടൈം ചെയ്തത്. പിന്നെ ഇപ്പൊ ഒരു കാർ വാഷ് ഇപ്പൊ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാലോ, അടിപൊളി വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനിയുടെ പേര് കാർക്ലെൻക്സ്. പാലക്കാട് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. നമ്പർ നോട്ടീസ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഫേസ്ബുക്കിന്റെ ലിങ്ക് ഞാൻ ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആണെങ്കിൽ അത് ഡയറക്റ്റ് കയറിയ ഇവരെ പേജിലേക്ക് എത്താം. സോ ഇനി ഇതിനെ കുറിച്ച് അവൻ തന്നെ പറഞ്ഞുതരും. എനിക്ക് ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ അറിയില്ല. സോ ജയമോഹൻ. അപ്പൊ നമ്മള് രാജേഷിന്റെ കാർ കൊണ്ടുവരുമ്പോൾ തന്നെ അത് എങ്ങനെ അത്രയ്ക്കും ഡേർട്ടി ആയിരുന്നു. പിന്നെ അതിന്റെ ടൈമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കണ്ടതാണ്. അപ്പൊ രാജേഷ് തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് പറയുന്നുണ്ട്. കാരണം ആ രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചത് ഈ കാർക്ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കമ്പനി നമുക്ക് തരുന്ന ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽസ് ആണ്. ഫോം, അടി, ഗ്രീസർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സും സെയിം അത്രയ്ക്കും നല്ലൊരു പ്രവർത്തന ക്ഷമതയോടുള്ള പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ നമ്മളെല്ലാം മാറ്റിയിട്ട് ക്ലീനാക്കി നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തത് നമ്മളതിന്റെ ഫുൾ വാഷ് ഫോം ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് ഫോം, അത്രയും പ്രൊഫഷണൽ ഫോമാണ് അത് ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് ഗ്ലാസ് പോളിഷ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ടയർ വേണ്ട രീതിയിലുള്ള പോളിഷ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഉള്ളിൽ ഡാഷ്ബോർഡൊക്കെ നിങ്ങൾ അവിടെ നോക്കുമ്പോൾ തന്നെ കാണണ്ടാവും അതിന്റെ തണുപ്പ്. കാരണം ഈ ഡാഷ്ബോർഡ് രാജേഷ് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ഞാൻ അവനോട് പറഞ്ഞത് എന്താ ഡാഷ്ബോർഡ് എന്താ സംഭവം ഇങ്ങനെ കളർ പോയിരിക്കുകയാണ്, എന്താണ് സംബന്ധിച്ച് തുടയ്ക്കാറൊന്നും ഇല്ല എന്ന് ചെയ്യും. അല്ലടാ തുടച്ചിട്ടും ശരിയാകുന്നില്ല എന്നാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളതിന് ഇത്രയും ക്ലീൻ ചെയ്ത് അതില് പോളിഷൊക്കെ ഇട്ടപ്പോൾ അതിന്റെ ഒരു എന്താന്ന് പറയാ, അതിന്റെ ഒരു കാഴ്ചയെ മാറി. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡാഷ്ബോർഡും ഡോർ പാഡൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും സ്റ്റിയറിംഗ് ഒക്കെ എത്ര തിളങ്ങി നിൽക്കണമെന്ന്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ സീറ്റുകൾ ഉൾപ്പെടെ സ്റ്റീമിന് ശേഷം ഫുൾ പോളിഷ് ചെയ്തിട്ടുണ്ട്, കണ്ടാൽ മനസ്സിലാവും നമുക്ക്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ റൂഫ് നമ്മൾ അത്രയ്ക്കും നല്ല രീതിയിൽ റൂഫ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത്, നമുക്ക് കാർ വാഷ് നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ കാർ വാഷ് ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ സമയം സർവീസ് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും സർവീസ് സെന്ററുകളിൽ പോയിട്ട് കാർ കൊടുത്ത് ചിലപ്പോൾ നാളെ വാങ്ങാൻ പറയും, ചിലപ്പോൾ 10-5 മണിക്കൂർ കഴിഞ്ഞിട്ട് വാങ്ങും, വൈകുന്നേരം വാങ്ങും. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉദിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സമയത്തനുസരിച്ച് നമ്മൾ എത്തും. അതിന് 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ കാറെല്ലാം ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന്റെ എല്ലാതര ക്ലീനിങ് എല്ലാ വിഭാഗങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. നമുക്ക് പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും കാർ വാഷ് ചെയ്യുന്ന സമയത്ത്, സർവീസ് ചെയ്യുന്ന സമയത്ത് സ്റ്റീമിങ് ചെയ്യാൻ നോക്കണം. കാരണം നമ്മളൊരു വണ്ടിയിൽ ഒരു കാറിൽ സ്റ്റീമിങ് മസ്റ്റായി ചെയ്യണം. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിലെ ബാക്ടീരിയ, ഫംഗസ്, പിന്നെ അതുപോലെ തന്നെ വളരെ ബാഡ് സ്മെല്ലുകളൊക്കെ ഉണ്ടാകും. നമ്മുടെ വേർപ്പ്, ചിലപ്പോൾ നമ്മൾ വണ്ടി കയറിങ്ങളുടെ വേർപ്പ് സീറ്റിലൊട്ടിയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള സ്മെല്ലുകൾ അങ്ങനെ, പിന്നെ ഈ ഡാഷ്ബോർഡിന്റെ ഉള്ളിൽ എന്നിട്ട് എസിന്റെ ഉള്ളിലൊക്കെ ഓരോ പൊടികളും ചില ജീവികൾ ചത്ത് കിടക്കുന്നുണ്ടാവും, ചെറിയ ചെറിയ പ്രാണികൾ. സോ ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റീമിങ് ചെയ്യണം. അപ്പൊ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ വേറെ സർവീസ് സെന്ററിൽ പോകുകയാണെങ്കിൽ അടക്കം റിക്വസ്റ്റ് ചെയ്യുന്നത് സ്റ്റീമിങ് മസ്റ്റായിട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മുടെ ഒരു നല്ല സ്റ്റീമിംഗ് ആണ്. നമ്മൾ അതുകൊണ്ട് തന്നെ മാക്സിമം സ്റ്റീമിംഗ് ചെയ്ത് അതിനെ എല്ലാ രീതിയിലുള്ള ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കാർ എന്ന് പറയുന്നത് ആക്ച്വലി ബാക്ടീരിയ വിമുക്തമാണ്, ഫംഗസ് വിമുക്തമാണ്. അതുപോലെ ഒരു സ്മെല്ലുള്ള ഏറ്റവും നല്ല സ്മെല്ല്, അത് നമ്മളെ ലാസ്റ്റ് നല്ലൊരു എയർ ഫ്രഷ്നർ നമ്മൾ അടിച്ചു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങൾക്കും നമ്മളെ വിളിക്കുക. നമ്മുടെ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്, രാജേഷ് കൊടുക്കുന്നതാണ്. അതിൽ വിളിക്കുക. എന്ത് സംശയങ്ങൾ നമ്മൾ വിളിക്കുക, എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് വിളിച്ചിട്ട് ചിലപ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് നമ്മുടെ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് നിങ്ങൾ ഇടുക. അത്ര മാത്രം മതി. നമ്മൾ തിരിച്ചു വിളിക്കുന്നതാണ്, അത് നമ്മൾ തിരിച്ച് റീപ്ലൈ തരുന്നതാണ്. അത്രമാത്രം. അപ്പോൾ ഇത്തരം ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത ഇന്ന് ഇനാഗുറേഷൻ ആയിരുന്നു. രാജേഷ് വന്ന് ഫുൾ വീഡിയോ എടുത്തു. നമുക്ക് ഒരുപാട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് രാജേഷിന് ഒരുപാട് നന്ദി.